ഇന്ന് വീണ്ടും നിങ്ങൾ ആവശ്യപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ കുറേ പേരുടെ പരാതികളുണ്ട്, കമൻസിന് റിപ്ലൈ ചെയ്യണില്ല എന്നൊക്കെ. അപ്പോൾ അത് തീർക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. ഇത് മറ്റെല്ലാവർക്കും കൂടി ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കോമൺ ആയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്ന് തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾക്കാണ് മറുപടി. ഓക്കെ, അപ്പോൾ അത് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും അത് ഉപകാരപ്രദമാവും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ആരംഭിക്കാം. ലൈക്ക് ചെയ്തോ ഒന്ന്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ശ്രീ ഗംഗാധരൻ നായരാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ചോദിച്ചിട്ടുള്ളത്, മുതിര വറുത്ത് വേവിക്കുന്നതാണോ കുതിർത്ത് വേവിക്കുന്നതാണോ കൂടുതൽ ഗുണകരം എന്നാണ്. അതായത് മുതിര വറുത്തതിന് ശേഷം വേവിക്കുന്നതാണോ, അതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കും. ഇപ്പോൾ നാളേക്ക് കറി വെക്കാനുണ്ടെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുന്നതാണോ ചെറുപയറും മുതിരയും കടലയൊക്കെ. അപ്പോൾ അത് ആ വെള്ളം ആകിരണം ചെയ്യുമ്പോൾ പെട്ടെന്ന് വേവാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അത് വറുത്ത് കഴിയുമ്പോൾ അത് വറുത്തിട്ട് വേവിക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും കുതിർത്ത് വേവിക്കുന്നതിനായിരിക്കും നല്ലത്. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ശീലം. അപ്പോൾ അത് കുതിരുമ്പോൾ ഒന്നും കൂടി വേവാനും ഒക്കെ സഹായകമാവും. അത് തന്നെയാണ് നല്ലത്, സംശയിക്കേണ്ട. ഇനി നേരെ മറിച്ച് നമ്മൾ രൂക്ഷക്കിഴിയൊക്കെ ചെയ്യും. ആമവാദം പോലുള്ള രോഗികൾ രൂക്ഷക്കിഴി ഡ്രൈ ആക്കിയിട്ട് കിഴി വയ്ക്കാനായിട്ട് ഉപയോഗിക്കും. ആ സമയത്ത് മുതിര ഒന്ന് വറുത്തിട്ട് ഒക്കെയാണ് ഒന്ന് പൊടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കിഴി കെട്ടി എടുക്കും. പക്ഷെ നമ്മൾ പാകം ചെയ്യാനായിട്ട് ആഹാരം ആവശ്യത്തിനായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വേവിച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിക്കുന്നത് തന്നെയാണ് നന്നാവുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ഫൈബ്രോമയാൾജിയ എന്ത് ചെയ്യണം എന്നാണ്. ഫൈബ്രോമയാൾജിയ എന്നൊക്കെ പറഞ്ഞാലേ അത് നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് ഒരു വാതരോഗമായിട്ടാണ് ആയുർവേദം ചികിത്സിക്കുക അതിനെ. പക്ഷേ അതൊരു ഗൗരവമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയാണ്. അത് മൊത്തം നെർവസ് സിസ്റ്റത്തിനെയും മസിൽ ടിഷ്യൂസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. മയാൾജിയ എന്ന് പറഞ്ഞാൽ മയോ എന്ന് പറഞ്ഞാൽ മസിൽസ്, ആൾജിയ എന്ന് പറഞ്ഞാൽ പെയിൻ, ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൽ നാരുകൾ. അപ്പോൾ ഫൈബ്രോ മയാൾജിയ എന്ന് പറഞ്ഞ കണ്ടീഷന് മസിൽ ടിഷ്യൂസിൻ്റെ ഇടയ്ക്കുള്ള ഫൈബേഴ്സിൽ വരുന്ന നീർക്കെട്ടും അതുവഴി അനുഭവപ്പെടുന്ന വേദനയും അതിനെന്താ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. വേദന ഉണ്ടാകുന്നതെല്ലാം തന്നെ വാദം കൊണ്ടാണ്. അപ്പോൾ ആ വാതരോഗത്തിനാണ് ആയുർവേദത്തിൽ ചികിത്സിക്കുക. ദയവ് ചെയ്ത് ഇത്തരം സംഗതികൾ നിങ്ങൾ പൊടിക്കൈകൾ കൊണ്ട് നിർത്തരുത്. നിങ്ങൾക്ക് തൽക്കാലം ഞാനും ഒരു പൊടിക്കൈ വേണമെങ്കിൽ പറയാം. ചൂട് പിടിച്ചാൽ വേദനയുണ്ടെങ്കിൽ അവിടെ ഡ്രൈ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂട് കുറയും, സംശയമില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ നീട്ടി കൊണ്ടുപോകും തോറും ആ രോഗാവസ്ഥ നിങ്ങളുടെ ശരീരത്തിൽ പരക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ശരീരം പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ, ശരീരം അത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന് വേണ്ടതായ നിങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സാ രീതി, പലതരം ചികിത്സാ രീതികളുണ്ട്. ഞാൻ ആയുർവേദം തന്നെ വേണം നിർബന്ധിക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ചികിത്സാ രീതി ഏതാണെങ്കിൽ അത് കഴിയും വേഗത്തിൽ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. ചൂട് പിടിച്ചുമൊക്കെ കൊണ്ട് നടന്നത് സിവിയറായി ഒത്തിരി ഡീപ്പ് റൂട്ടഡായി ഒത്തിരി സ്പ്രെഡ് ചെയ്ത് മറ്റ് മസിൽ ടിഷ്യൂസിനും മറ്റ് ടെൻഡൻസിനെയും നെർവ്സിനെയും ഇവൺ ബോൺസിൽ പോലും ജോയിൻസിൽ പോലും ഒരു നീർക്കെട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് അത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട്. ഇത്തരം കണ്ടീഷൻ ഫൈബ്രോമയാൾജിയയ്ക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗാവസ്ഥ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം. അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുതന്നെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് രോഗം ഗുരുതരമാകുന്നതിന് മുമ്പ് തന്നെ ചികിത്സ എടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഇത്തരം പൊടിക്കൈകൾ ഒരുപക്ഷെ അപൂർവമായ ആൾക്കാർ മാത്രമേ ഇങ്ങനെ പറയുന്നുണ്ടാവുള്ളൂ. ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിക്കൈകൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ പല കമൻസിനും ആൻസർ പറയാൻ പറ്റതും അതുകൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് ഇപ്പോൾ ഒരു അത്രയും സില്ലി ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് ഒരു വ്യക്തി മാത്രമൊന്നുമല്ല, ഒരു വ്യക്തിയല്ല, പല ഭാഗത്തുനിന്ന് പലരും ചോദിക്കുമ്പോൾ അതൊരു കൂട്ടായ തെറ്റിദ്ധാരണയാണ്, ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അത് തിരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇവിടെ. നിങ്ങളത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, ക്യാൻസർ മാറാനായിട്ട് സാധിക്കുന്ന തേച്ച് കുളിക്കാൻ പറ്റിയ ആയുർവേദ സോപ്പുണ്ടോ എന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ ശൂന്യത മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണം, എൻ്റെ ഭാവനയിൽ ഉദിച്ചൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം കേട്ടോ. ഒരാളും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഏതാണ്ട് ഇതിനോട് അടുത്ത് വരുന്ന തരം ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, അതിനെ മാറ്റിക്കളയാൻ പറ്റിയ ജാതി തേച്ച് കുളിക്കാൻ പറ്റിയ സോപ്പുണ്ടോ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഏതാണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങളെ ചോദിക്കണം, ഗൗരവമായ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ധാരണ കാലക്രമം കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ളത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഒരു തെറ്റിദ്ധാരണ. അതായത് ആയുർവേദം ഇങ്ങനെ പൊടിക്കൈകൾക്കും ഒക്കെ മാത്രമുള്ളൊരു സംഗതിയാണ്. എന്നാൽ ഗുരുതരമായി ചികിത്സിക്കണമെങ്കിൽ മറ്റ് ചികിത്സാശാസ്ത്രങ്ങൾ അങ്ങനെ ധരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഓരോ വീഡിയോയുടെ അവസാനവും ആദ്യം ആയുർവേദം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങളുടെ ബോഡി ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് അത് ഏതേത് ദോഷാവസ്ഥ കൊണ്ട് ഏതേത് ദോഷം വർദ്ധിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ആ രോഗം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദോഷത്തെ ശമിപ്പിക്കുന്ന, ആ ദോഷത്തെ വർദ്ധിപ്പിക്കുന്നതിനായ എന്തെങ്കിലും ജീവിത രീതികളോ ഭക്ഷണ രീതികളോ നിങ്ങൾ ശീലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒപ്പം ആ രോഗാവസ്ഥ ഇല്ലാതാക്കുന്നതിനായിട്ടുള്ള ചികിത്സയും കൂടെ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ശരി.
മനസ്സിലായോ? അതല്ലാതെ ആ രോഗം പരന്ന് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെയോ ആവുന്നവരെ, അല്ലെങ്കിൽ ഒരു ത്വക്ക് രോഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാതരോഗമാണെങ്കിൽ അത് വളരെയധികം ഗുരുതരമാവുന്നവരെ നിങ്ങളിങ്ങനെ പൊടിക്കൈകൾ ചെയ്ത് കൊണ്ട് നടന്ന് എന്നിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ അതിന് അനുയോജ്യമായ ചികിത്സ സ്വീകരിക്കുന്നതാണെന്ന് ഞാൻ ആവർത്തിച്ച് പിന്നെയും പറയും. അപ്പോൾ അതുകൊണ്ട് പൊടിക്കൈകൾക്ക് അല്ല, നിങ്ങളുടെ രോഗത്തിന്, നിങ്ങളുടെ ശരീരത്തെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം രോഗങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. രോഗം വരാതെ സംരക്ഷിക്കുക, അതിന് വേണ്ടതായ കാലാവസ്ഥയ്ക്കനുസരിച്ച്, രോഗാവസ്ഥയ്ക്കനുസരിച്ച്, ദേഹപ്രകൃതിക്കനുസരിച്ച് വേണ്ടതായ ഭക്ഷണ ജീവിത രീതികളിലൂടെ വരുന്ന ക്രമപ്പെടുത്തൽ വഴി രോഗങ്ങളില്ലാത്ത ഒരു ആരോഗ്യമായിട്ടുള്ള, അരോഗമായ, അതായത് രോഗമില്ലാത്ത ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം സമീപിക്കേണ്ടത് ഒരു ആയുർവേദ ആശുപത്രി, ആയുർവേദ ഡോക്ടറെ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് അത് ചികിത്സിച്ച് അതുകൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ മാത്രം മറ്റ് ചികിത്സാ സങ്കേതങ്ങൾ തേടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ശരിയാണെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ടെന്ന് അറിയില്ല, തെറ്റാണെന്ന് എത്ര പേർക്ക് തോന്നുന്നതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ മുഴുവൻ കാണുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കും കൂടെ അറിയാലോ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുമാത്രം സ്വീകരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഗുരുതരമായ രോഗാവസ്ഥകൾ നിങ്ങൾ തൽക്കാലത്തെ ഒരു പൊടിക്കൈക്ക് വേണ്ടി ഇതിനെ ആശ്രയിക്കരുത്. സീരിയസ് ആയിട്ടുള്ള ചികിത്സകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറയാൻ ഭാവിച്ചത്. ഓക്കെ, അപ്പോൾ ഫൈബ്രോമയാൾജിയ അത്തരമൊരു അവസ്ഥയാണ്. ഇത് തൽക്കാലത്തേക്ക് ഒരു ചൂടൊക്കെ പിടിച്ചാൽ തൽക്കാല ആശ്വാസം ലഭിക്കും. പക്ഷേ ഒരു രാത്രി മിഡിൽ ഓഫ് ദ നൈറ്റ് നിങ്ങൾക്ക് പെയിനൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഒരു വേദനയിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനായിട്ട് ചൂട് പിടിക്കുകയോ ആവി പിടിക്കുകയോ ഒക്കെ ചെയ്യാം. അതല്ലാതെ ഒരു ചികിത്സാ രീതിയായിട്ട് നേരം വെളുക്കുമ്പോൾ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക. അത് ആയുർവേദമായാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും ഏതാണ് നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അതേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. കാലിൻ്റെ അടിയിൽ, പാദത്തിൻ്റെ അടിയിൽ വേദന, എരിച്ചിൽ ഉള്ളവർ എന്തു ചെയ്യണം? ഈ എരിച്ചിൽ, വേദനയും എരിച്ചിലും, വേദന എന്ന് പറയുമ്പോൾ അത് പെയിൻ വാദത്തിൻ്റെ ലക്ഷണമാണ്. എരിച്ചിൽ എന്ന് പറയുമ്പോൾ അത് ബേണിംഗ് സെൻസേഷനാണ്. അത് രക്തദൂഷ്യവും പിത്തദൂഷ്യവും കൂടിയതുകൊണ്ടാണ് എരിച്ചിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് രക്തവാത രോഗത്തിൻ്റെ ഒരു ലക്ഷണമാവാനാണ് സാധ്യത. ഇനി അത് ഭാവിയിൽ, ഇപ്പോൾ അതല്ലെങ്കിലും ഭാവിയിൽ രക്തവാതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം രോഗാവസ്ഥകൾ ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ രക്തവാതത്തിന് ചികിത്സ സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ രക്തവാതത്തിന് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. Dr.T.L. Xavier രക്തവാതം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ രക്തവാത രോഗികൾ ജീവിതത്തിലും ഭക്ഷണത്തിലും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളായിട്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രക്തവാതം എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ചികിത്സാ തത്വങ്ങൾ, അതെല്ലാം പറഞ്ഞ് മറ്റൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അത് മുഴുവൻ കണ്ടതാണ്. അപ്പോൾ രക്തവാതത്തിന് നമുക്ക് ഈ പിത്തവും രക്തവും ദൂഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്പൈസി ഫുഡ്, പിക്കിള്, അച്ചാറ്, അത്തരം സംഗതികൾ ഒഴിവാക്കുക. അതുപോലെ കൂടുതൽ ചൂടുണ്ടാക്കുന്ന തൈര് ഉപേക്ഷിക്കുക. അതുപോലെ സീ ഫുഡ്, കടൽ മത്സ്യങ്ങളും കടൽ ചെമ്മീൻ പോലുള്ള അങ്ങനത്തെ ക്രാബ്, ഞണ്ട്, അങ്ങനത്തെ സംഗതികളൊക്കെ ഒഴിവാക്കുക. കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ വിദാഹം, ഉൾപ്പുഴക്കുണ്ടാക്കുന്ന സംഗതികളാണ് കോഴിയും കോഴിമുട്ടയൊക്കെ, തൈരൊക്കെ. അത് ഒക്കെ രക്തവാതത്തിന് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതികൾ ജീവിത രീതികളിൽ, ഭക്ഷണ രീതിയിൽ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്ന 2 വീഡിയോകളുണ്ട്. അത് പൂർണ്ണമായിട്ട് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇതൊന്നും തൽക്കാല ആശ്വാസത്തിന്, ഇവിടെ രക്തവാതമായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം പിണ്ടതൈലം ചൂടാക്കി പറ്റിക്കോളൂ എന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒരു സമാധാനം കിട്ടും, ശരി തന്നെയാണ്. പക്ഷേ അതിൽ മാത്രം ഉറച്ച് നിൽക്കരുത്. അടുത്തുള്ളൊരു വൈദ്യനെയോ ആയുർവേദ ഡോക്ടറെയോ ഉടനെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഗൗരി ചെറുള്ളിൽ അവരാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം. പീരീഡ്സ് വരുമ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദന, എന്താണ് പ്രതിവിധി? ഇത് ഇങ്ങനെ പെയിൻ ഉള്ളത് പൊതുവേ ഇത്തരക്കാർക്ക് ആണ്. ഈ സിസ്റ്റും ഗ്രോത്തും ഒക്കെ, ഒവേറിയൻ സിസ്റ്റ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗ്രോത്തുകളോ ബ്ലോക്കേജുകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തുടക്കത്തിൽ ചിലപ്പോൾ അബ്ഡമൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല. ഇത്തരം പക്ഷേ വളരെ നാളുകൾ ഇതുപോലെ ഭയങ്കര പെയിൻഫുൾ പീരീഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നീണ്ട് ഡേറ്റ് ഡിലേ ആയി പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും, മൂഡ് സ്വിങ്ങിങ് ഉണ്ടാവാം. ഇത്തരം രോഗാവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതി, ഇതും പൊടിക്കൈയിൽ മാത്രം നിൽക്കരുതെന്ന് ഞാൻ പറയും. പക്ഷെ എന്നിരുന്നാലും എള്ളുണ്ടല്ലോ, കറുത്ത എള്ള് ചട്ടിയിൽ ഇങ്ങനെ വറുക്കുക. അതൊരു പിടി മതി. ഒരു പിടി ചട്ടിയിലിട്ട് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ ആ എള്ള് വറുത്തതിന് ശേഷം അത് വെന്ത് വരും. നേരത്തെ മുന്നേ ഗംഗാധരൻ നായർ ചോദിച്ച പോലത്തുള്ള ചോദ്യമാണത്. അപ്പോൾ എള്ള് വറുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് വെന്ത് വരുമ്പോൾ അത് വാങ്ങിയെടുത്തിട്ട് ആ എള്ള് ചവച്ചരച്ച് തിന്നുക. അതിൻ്റെ മീതെ ഈ വെള്ളവും കുടിക്കുക. അത് രാവിലെയും വൈകിട്ടും പീരീഡ്സ് അടുക്കുന്നതിന് ഒരു 1-2 ആഴ്ച മുൻപ് തന്നെ പതിവായിട്ട് ശീലിച്ചാൽ ഇത്തരം വേദന ഉണ്ടാകുന്നത് കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ മറ്റൊരു സംഗതിയാണ് മുതിര. ഇതുപോലെ ധാരാളം വെള്ളത്തിൽ കുതിർത്തെടുത്ത് കുറുക്കിയെടുത്തിട്ട് ആ പീരീഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് കഴിച്ചാൽ, അതിന് മുമ്പത്തെ ഒരാഴ്ച ഒരു നേരം രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ്, അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഇത്തരം വേദനകൾ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ആ വാദത്തിന് അനുലോമനം ഉണ്ടാവുക, ആ ബ്ലോക്കുകൾ ഉണ്ടാവുക, അതിനെ മാറ്റാനായിട്ട് ഇത് എള്ളും മുതിരയൊക്കെ ഉഷ്ണ സ്വഭാവമുള്ളതാണ്.
അപ്പോൾ ആ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് ആ പീരീഡ്സ് ശരിയായ വണ്ണം പുറത്തു വരാനായിട്ട് സഹായിക്കും. ബ്ലഡ് ക്ലോട്ട്സും ഒന്നും ഇല്ലാതെ പുറത്തു വരുന്നതിനായിട്ട് സഹായിക്കും ഇത്. പക്ഷേ ഇത്തരം അവസ്ഥ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. അതിന് വേണ്ടതായ കഷായങ്ങളുണ്ട്, അരിഷ്ടങ്ങളുണ്ട്, ലേഹ്യങ്ങളുണ്ട്, ഇപ്പോൾ കഷായ ഗുളികകളുണ്ട്. ഇനിയിപ്പോൾ കഷായം എന്ന് പറഞ്ഞിട്ട് അത് പേടിച്ചിട്ടാരും ഡോക്ടറെ അടുത്ത് വരാതിരിക്കേണ്ട. കഷായ ഗുളിക രൂപത്തിലുണ്ട്. അപ്പോൾ അത് കഴിച്ചാലും മതി. അപ്പോൾ അതൊക്കെ വിഴുങ്ങിയാൽ മതി. ഓരോ കാലത്തിന് തിരക്ക് പിടിച്ച് ലോകത്തിന് തിരക്ക് പിടിക്കുന്നതിനനുസരിച്ച് വൈദ്യശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയുർവേദമൊക്കെ പണ്ടൊക്കെ വീട് തൊടികളിൽ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് കഴുകി കൊച്ചുമുറുക്കി ചതച്ച് വെള്ളം വെക്കുക, കഷായം വെച്ച് കുടിക്കായിരുന്നു. പിന്നീട് അത് അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് പോയിട്ട് ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗത്തായിട്ട് ഇത് അവൈലബിൾ അല്ലാതായപ്പോൾ കടകളിൽ നിന്ന് മരുന്നുകൾ വാങ്ങി വക്കീലായി. പിന്നെ അത് റെഡിമെയ്ഡ് കഷായം, ബോട്ടിൽ കഷായങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഗുളിക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗുളിക രൂപത്തിലും കഴിക്കാൻ പറ്റും. അപ്പോൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് വേണ്ടതായ ചികിത്സ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ എള്ള് അല്ലെങ്കിൽ മുതിരയൊക്കെ വറുത്ത് കഴിക്കുന്നു, മുതിര വേവിച്ച് കുറുക്കി വേവിച്ച് കഴിക്കുന്നതും എള്ള് വറുത്ത് കഴിക്കുന്നതും ഒക്കെ സഹായകമാവും. ഓക്കെ, അപ്പോൾ അത് ഈ വേദന കുറയുന്നതിന് സഹായിക്കും. അടുത്തത് പെഡലെഡിമ. വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ്? പെഡലെഡിമ എന്ന് പറഞ്ഞാൽ ആംഗിൾ, കാലിൻ്റെ കണ്ണീരുടെ ആ ഭാഗത്തുണ്ടല്ലോ, അതിൽ നീര് വരിക. ഇത് രക്തവാത രോഗികളിലും ഉണ്ടാവും. നീര് ഇങ്ങനെ അത് ആ പാദത്തിലേക്ക് ഇങ്ങനെ പതിയെ വ്യാപിക്കും. പിന്നെ ചില സമയത്ത് അത് മുകളിലേക്ക് കയറി മുട്ടുവരെ വേദന വരാം. ചിലർക്ക് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലിൽ മാത്രം നീര്, സാധാരണ നീരൊന്നും ഉണ്ടാവില്ല. പല പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ സാധാരണ നീരൊന്നുമില്ല, എന്നാൽ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ മുട്ടിന് താഴെ മുഴുവൻ നീര് വരിക, അങ്ങനെ കാണാം. ഈ പെഡലെഡിമ എന്ന് പറഞ്ഞ സംഗതി ആംഗിളിൽ മാത്രമാണ് പ്രത്യേകമായിട്ട് കാണുള്ളൂ. അത് രണ്ട് സാധ്യതയുള്ളത്. ഒന്ന് രക്തവാദം കൊണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അത് ഒരു ഡോക്ടറെ സമീപിച്ച് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കേണ്ടതാണ്. അവിടെയും ഞാൻ ഇനി പൊടിക്കൈ പറഞ്ഞില്ല എന്ന് ആക്ഷേപം വേണ്ട. നീര് പോകാനായിട്ട് പൊതുവെ മൂത്രളമായിട്ടുള്ള ചെറുളിയും തഴുതായ്മയും ഞെരിഞ്ഞിലും കൂടി കഴുകി കൊത്തി നുറുക്കി ചതച്ച് കിഴി കെട്ടിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് 2-3 ലിറ്ററിൽ ഇതെല്ലാം ഓരോ പിടി വീതം ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 10-25 മിനിറ്റ് തിളച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് വെച്ച് വെള്ളം ഓരോ ഗ്ലാസ് വീതം ഇടവിട്ട് അരച്ച് മണിക്കൂർ ഇടവിട്ട് കുടിക്കുക. എന്നിട്ട് മൂത്രം യൂറിൻ ധാരാളം പാസ് ചെയ്യുമ്പോൾ ഈ നീര് താൽക്കാലികമായിട്ട് കുറയും. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. പക്ഷേ ഇത്തരം രണ്ട് ഗുരുതരമായ രോഗാവസ്ഥകളെ ലക്ഷണമായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ രക്തവാദമായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗാവസ്ഥയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുക. ഇഷ്ടമുള്ള സംവിധാനം, ചികിത്സാ രീതി. ആയുർവേദമാണെങ്കിൽ ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അതുപോലെ മറ്റ് നിങ്ങളുടെ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറോ, ഇനിയിപ്പോൾ മരുന്ന് പൈസ ചിലവ് താങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടാവും. അവിടെ മരുന്നുകളും സൗജന്യമാണ്, അവിടെയും സമീപിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കാൽപാദത്തിലെ തരിപ്പ് എങ്ങനെ മാറ്റാം? വരൾച്ചയും തരിപ്പും. കാൽപാദത്തിലേക്ക് തരിപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഡിസ്റ്റൽ പാർട്ടിൽ ഏറ്റവും ദൂരം കൂടിയ തലച്ചോറിന് ഏറ്റവും ദൂരെയുള്ള നെർവ് എൻഡിങ്സ് നമ്മുടെ പാദത്തിലേക്കാണ്. മനസ്സിലായോ? അപ്പോൾ തലച്ചോറിൽ നിന്നൊരു എക്സ്ട്രാക്ട്ലി ഏകദേശം ഒരു സിഗ്നൽ, ഒരു ഇലക്ട്രിക് വേവ് പോലത്തെ സിഗ്നൽ തന്നെയാണ് ഈ നെർവിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാലിൻ്റെ അങ്ങേയറ്റം എത്തുമ്പോഴേക്കും വീക്കാവുക. അതുകൊണ്ടാണ് ഈ തരിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് സാധാരണ ഏജ് റിലേറ്റഡ്, പ്രായം കൂടുന്നതിനനുസരിച്ച് വരാറുണ്ട്. അതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുണ്ടാവാം. ഡയബറ്റീസ് വരുമ്പോൾ നമ്മുടെ ഈ ഞരമ്പുകളുടെയൊക്കെ ടിപ്പ് ഏറെക്കുറെ പ്യൂട്രിഫൈ ചെയ്യുക, ചെതൽ പിടിക്കുക, തുരുമ്പെടുക്കുക എന്നൊക്കെ പറയുന്നതിനോട് അതിനോട് സമാനമായ ഒരു അവസ്ഥ വരികയാണ് നെർവ് എൻഡിങ്സ് ഒക്കെ. അതുകൊണ്ടാണ് ഈ തൊട്ടാലറിയാതെയും തരിപ്പൊക്കെ അനുഭവപ്പെടുന്നത്. വിരലിൻ്റെ തുമ്പത്തൊക്കെ തൊട്ടറിയാതാവുക. ഇതും ഒരു എൻഡ് തന്നെയാണല്ലോ. ബ്രെയിനിൽ നിന്ന് ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് കൈകൾ, അതിൽ മറ്റൊരു ദൂരം കൂടിയ ഭാഗമാണ് കാൽപാദങ്ങൾ. അപ്പോൾ അവിടത്തേക്ക് നെർവ് എൻഡിങ്സിലേക്കുള്ള നെർവ് സപ്ലൈയിലുള്ള ആ വേവ്, ഇലക്ട്രിക് വേവ്സ് അങ്ങോട്ട് എത്താതെ വരിക. ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ തരിപ്പ് അനുഭവപ്പെടുന്നത്. അവിടെയും രണ്ട് സാധ്യതയുള്ള, ഒന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി ആവാം, അതല്ലെങ്കിൽ വാതരോഗമാവാം. വാതരോഗത്തിൽ എന്താ സംഭവിക്കുന്നത്? വാദത്തിൽ വിൻഡ് ശരീരത്തിൽ, വായു ശരീരത്തിൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡൊക്കെ കുറയുന്നു. ഒരു തരം ഉണക്ക് സംഭവിക്കുകയാണ് ശരീരത്തിൽ. ആ ഫ്ലൂയിഡ് മീഡിയ കൂടെ ഇല്ലേ ഈ ഇലക്ട്രിക് വേവ്സ് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഫ്ലൂയിഡ് കുറയുമ്പോൾ ഇത്തരം വേവ്സ് ശരീരത്തിലൂടെ അതിൻ്റെ ദൂരെയുള്ള ഭാഗങ്ങളിലേക്ക് എത്തുന്നത് കുറയും. അതുകൊണ്ടാണ് ഈ തരിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതൊരു വാദത്തിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയാണ്. പ്രമേഹം കൂടുന്ന അവസ്ഥയിലും ഇതേ സംവിധാനം ഉണ്ടാവും, ഇതേ അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ഇതേതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതായ ചികിത്സ ഏറ്റവും പെട്ടെന്ന് സ്വീകരിക്കുക. ഇത് വാദത്തിൻ്റെ രോഗമായതുകൊണ്ട് പിടിക്കുക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും, ചൂട് പിടിച്ചാലേ ആശ്വാസം കിട്ടും, താൽക്കാലിക ആശ്വാസം കിട്ടും. പൂർണ്ണമായിട്ട് മാറണമെങ്കിലോ നിയന്ത്രിച്ച് നിർത്താനോ അത് മറ്റ് രോഗാവസ്ഥകളിലേക്ക് മാറാത്ത അവസ്ഥയിൽ നിയന്ത്രിച്ച് നിർത്താനോ സാധിക്കണമെങ്കിൽ അനുയോജ്യമായ കഷായങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കാം. ഓക്കെ, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്താ വെച്ചാൽ ഞരമ്പിൽ നീർക്കിട്ട് അല്ലെങ്കിൽ വാദം കോപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വേണമെങ്കിൽ, ഈവൻ പാരലിറ്റിക്കൽ സ്ട്രോക്ക്, ഫേഷ്യൽ പാൾസി, അത്തരം രോഗാവസ്ഥകളിലേക്ക് വരെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്നും വരാതിരിക്കട്ടെ. എന്താ വെച്ചാൽ ആരംഭഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫേഷ്യൽ പാൾസി ആയിട്ടോ അല്ലെങ്കിൽ പാരലിറ്റിക്കൽ സ്ട്രോക്കൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ്, ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ കൈ മാത്രം പൊക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കായിട്ട് വരുന്ന രോഗികളോട് പറയുമ്പോൾ ഒരു 6-7 വർഷം മുമ്പ് സാറേ ഇങ്ങനെ കൈകാലൊക്കെ തരിപ്പുണ്ടായിരുന്നു എന്ന് പറയും കേസ് എടുക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ആ തരിപ്പ് കാണുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ പൊടിക്കൈമായിട്ടിരിക്കാതെ നേരെ ചികിത്സ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംഗതി തടയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. എന്തുകൊണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക്
സങ്കടം വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. എന്ന് വെച്ചാൽ നിസ്സാരം പോലെ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, അതൊരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ഒരാൾ പോലും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല സത്യമായിട്ടും. അതായത് ക്യാൻസറിന് മാറ്റാൻ പറ്റിയ തേച്ച് കുളിക്കാൻ പറ്റിയ സോപ്പുണ്ടോ എന്ന് ചോദിക്കണ പോലത്തെ ചോദ്യങ്ങൾ, അതിന് സമാനമായ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കണമെന്ന് വിചാരിക്കും. ഇത്രയും സേഫായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നിങ്ങളെ ചികിത്സിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ നിങ്ങളുടെ രോഗം അവസാനം വരെ മറ്റ് രോഗാവസ്ഥകളൊന്നും ബാധിക്കാതെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രം ആണ്. അത് നിങ്ങൾ ഇത്രയും നിസാരവൽക്കരിച്ച് കാണുമ്പോൾ ഒരുപാട് വേദന തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ആവർത്തിച്ച് പറയണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെയും വിഷമിപ്പിക്കാനില്ല, സത്യം പറയാണ്. ഓക്കെ, അപ്പോൾ തളർച്ച പറഞ്ഞു. യൂറിക് ആസിഡിൻ്റെ പേഷ്യൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? യൂറിക് ആസിഡ് തിരിച്ചറിയാനായിട്ടേ നമുക്ക് കാലിൻ്റെ തള്ളവിരലിലൊക്കെ യൂറിക് ആസിഡ് ഒരു 7.4 7 എബോവ് ഒക്കെ ആകുമ്പോൾ കാലിൻ്റെ തള്ളവിരലിന് താഴെയുള്ള ഭാഗത്ത് ആ കടയിലൊക്കെ ഇങ്ങനെ നീര് കാണും. കലശലായ തേള് കുത്തിയ പോലത്തെ വേദന, അങ്ങനെ തന്നെയാണ് പറയാം. മനസ്സിലായോ? അത് പിന്നീട് അത് കാലിന് മുട്ടിന് താഴേക്ക് കാണാം, മൊത്തം കാല് കടയും മുട്ടുവരെയൊക്കെ കയറാം, അത് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ അത് നമ്മൾ ആയുർവേദത്തിൽ അതിന് രക്തവാതത്തിനാണ് ചികിത്സിക്കുക. രക്തവാതമായിട്ടാണ് കാണുന്നത്. അതിന് നമ്മൾ ഫലപ്രദമായിട്ടുള്ള കഷായങ്ങളുണ്ട്. ഇത് ഈ രോഗത്തിന് യൂറിക് ആസിഡിന് ഒരു കഷായം അങ്ങനെയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ സാറേ യൂറിക് ആസിഡിനുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരപ്രകൃതി മറ്റു പലരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുപോലെ നിങ്ങൾ ദുബായിലുള്ള ആളാണോ, കാനഡയിലുള്ള ആളാണോ, സ്വിറ്റ്സർലൻഡിലാണോ, ന്യൂഡൽഹിയിലാണോ, അവിടെയൊക്കെ ചൂടാണോ തണുപ്പാണോ, നിങ്ങൾ ശീലിച്ചു വരുന്ന ഭക്ഷണ രീതി ഏതാണ്, അതുപോലെ നിങ്ങൾ തടിച്ച ആളാണോ, മറ്റു ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അതിനൊക്കെ അനുസരിച്ച് നമുക്ക് മരുന്നുകൾ മാറ്റി ഉപയോഗിക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു പേര് മാത്രമായിരിക്കും, യൂറിക് ആസിഡ് എന്നുള്ളൊരു പേരുണ്ടാവും. ആ യൂറിക് ആസിഡിന് ഉള്ള മരുന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത ഇത്രയും സംഗതികൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് വേണം അതിനുള്ള മരുന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലാതെ ഇതൊന്നും ഒരു ഒറ്റമൂലി കൊണ്ട് മാറുന്ന എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അനുഭവമില്ല. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ താഴെ പറയും, ഇങ്ങനെ യൂറിക് ആസിഡൊക്കെ എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചിട്ട്, അല്ലെങ്കിൽ ചിലവില്ലാത്തൊരു ചികിത്സാ രീതി കൊണ്ട്, അല്ലെങ്കിൽ ഫീസ് കൊടുക്കാതെ ഒരു ഒറ്റ മൂലിയിൽ മരുന്ന് കഴിച്ചിട്ട് മാറി എത്ര പേരുണ്ട്, എത്ര അസുഖങ്ങളുണ്ട്, ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ നിങ്ങളുടെ പൊതുവെയുള്ളൊരു ധാരണയാണെന്ന് തോന്നുന്നു. ആയുർവേദമാണെങ്കിൽ അതിന് ചിലവില്ല, അതിന് ഫീസൊന്നും വേണ്ട, അതിങ്ങനെ ചോദിച്ചാൽ പറയാനായിട്ടിരിക്കുന്ന കുറച്ച് പേര് എന്ന് ധരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവില്ല, അല്ലേ? ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ എന്നും പറയും. അത് ഈ ഫീസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അതിന് വേണ്ടി ഒരു പണച്ചെലവോ അതിനുവേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യും. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് വെറുതെ ഫോൺ എടുത്ത് ഇങ്ങനെ ഒരാളെ വിളിച്ചു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളും അതത്ര പ്രാധാന്യത്തോടെ അത് സ്വീകരിക്കുള്ളൂ. ആ പറഞ്ഞ ആൾക്കും അതിനോട് അത്ര തന്നെ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ, നിങ്ങൾക്കും അത്ര ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. നിങ്ങളത് ഗൗരവമായിട്ട് ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളൊരു യാത്ര ചെയ്ത് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു ഡോക്ടറെ പോയി കണ്ട്, അല്ലെങ്കിൽ ഒരു ആയുർവേദ ആശുപത്രിയിലാണെങ്കിൽ അവിടെ വരി നിന്ന് ചീട്ടെടുത്ത് അതിനുവേണ്ടി നിങ്ങൾ അല്പം സ്ട്രെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അത്ര ആത്മാർത്ഥത്തോടു കൂടെ ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. അതുപോലെ അതിന് ഒരു ദക്ഷിണ കൊടുത്ത് അപ്പോൾ നിങ്ങൾ അത്രയും പണം അതിന് മുടക്കി കഴിഞ്ഞു, ആ മരുന്ന് വാങ്ങാൻ അത്രയും പണം മുടക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. മനസ്സിലായോ? നിങ്ങൾക്കൊരു MRI ഒക്കെ എടുക്കാൻ 4000 5000 ഒരു CT സ്കാന് ഒക്കെ എടുക്കാനും ഒരു മടിയില്ല. അത് മുടക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. അത് മുടക്കി കഴിഞ്ഞാൽ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യും. അതാണ് അതിൻ്റെ സൈക്കോളജി. മനസ്സിലായോ? അത് തന്നെയാണ് അതിൻ്റെ സൈക്കോളജി, ഒരു മാറ്റം വേണ്ട. അപ്പോൾ നിങ്ങളങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് കിട്ടിയ സംഗതി നിങ്ങൾ ചുമ്മാ ചെയ്യില്ലേ? അപ്പോൾ അവസാനം എന്ത് പറയും? ആയുർവേദമൊക്കെ ഞാൻ ചെയ്തതാണ്, എത്രയോ അനുഭവം എനിക്കുണ്ടെന്നറിയോ? നമ്മൾ ഓരോരുത്തരോട് നമുക്കൊക്കെ ഒരുപാട് ഭംഗിയായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മുടെ അനുഭവമില്ല, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ വർഷങ്ങളായിട്ട് പോന്നിട്ടുള്ള ചികിത്സകളുള്ള രോഗാവസ്ഥകൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ആയുർവേദമൊക്കെ ചെയ്ത് നോക്കി, കാര്യം ഉണ്ടായില്ല. എന്താ ആയുർവേദം ചെയ്ത് നോക്കി? കുറുന്തോട്ടി വെള്ളത്തിലിട്ട് തിളച്ച് കുടിച്ചു, അല്ലെങ്കിൽ ഒരു എണ്ണ വാങ്ങി തേച്ച് നോക്കി, എന്നിട്ട് മാറിയില്ല എന്നാ. അല്ലാതെ അതിനൊരു ക്ലാസിക്കലായുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ചികിത്സാരി ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ അത് അസാധ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രത്തിലും മരുന്നില്ല എന്നും ചികിത്സിക്കാൻ പറ്റില്ല എന്നും പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റില്ല എന്നും എല്ലാ ശാസ്ത്രത്തിലും വിധി എഴുതിയിട്ടുള്ള രോഗാവസ്ഥകൾ തന്നെയാണത്. അല്ലാണ്ട് അതൊരു ആയുർവേദത്തിൻ്റെ കുറ്റം മാത്രമൊന്നുമല്ല. അതിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്താം, നിങ്ങളെ മറ്റൊരു അവസ്ഥയിലേക്ക്, മോശമായിട്ടുള്ള ഗതിയിലേക്ക് തള്ളിവിടാതെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചത് വഴി മറ്റൊരു അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ സഹായിക്കാം. അത്രയൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതും വളരെ ഡെഡിക്കേഷനോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, താല്പര്യത്തോടുകൂടി, കൃത്യതയോടുകൂടി, ആശയോടും ആഗ്രഹത്തോടും കൂടി കൃത്യമായിട്ട് ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതല്ലാതെ ഞാനിങ്ങനെ ഒരു ചോദ്യം കൂടി പുറപ്പെടുവിക്കുക, അതും കുറേ പേര് മറുപടി പറഞ്ഞാൽ അതൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കുക, ഒരിക്കലും ഫലം കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. തോന്നിയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ തൽക്കാലം നിർത്തുക. നിങ്ങൾക്ക് എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെയും വേദനിപ്പിക്കാനില്ല. ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.